അനധികൃത താമസക്കാർക്കായി UAE പ്രഖ്യാപിച്ച പൊതുമാപ്പ് വെള്ളിയാഴ്ച അവസാനിക്കും. 4 മാസമായി തുടരുന്ന പൊതുമാപ്പ് ആയിരങ്ങൾക്കാണ് പ്രയോജനപ്പെട്ടത്. പൊതുമാപ്പ് ഇനി നീട്ടാൻ സാധ്യതയില്ലെന്നാണ് അധികൃതർ നൽകുന്ന സൂചന. തുടക്കത്തിൽ 3 മാസക്കാലത്തേക്ക് UAE പ്രഖ്യാപിച്ച പൊതുമാപ്പാണ് ഒക്ടോബർ 31-ന് 1 മാസം കൂടി നീട്ടി നൽകാൻ തീരുമാനിച്ചത്. ആ കാലാവധിയാണ് വെള്ളിയാഴ്ച തീരുന്നത്. നിയമലംഘകരായി UAEയിൽ കഴിയുന്നവർക്ക് രാജ്യം വിട്ടുപോകാനുള്ള അവസാനത്തെ അവസരമാണിതെന്നും രാജ്യം വിടുകയോ താമസം നിയമവിധേയമാക്കുകയോ ചെയ്യാത്തവർക്ക് കടുത്ത ശിക്ഷയുണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു. വിവിധ കാരണങ്ങളാൽ അനധികൃതമായി രാജ്യത്ത് തങ്ങിയവരുടെ ലക്ഷക്കണക്കിന് തുക വേണ്ടെന്ന് വെച്ചാണ് UAE പൊതുമാപ്പിന്റെ ആനുകൂല്യം അനുവദിച്ചിരുന്നത്. പുതിയ ജോലി കണ്ടെത്താനായി 6 മാസത്തെ താൽക്കാലിക വിസയും നൽകുന്നു എന്നതായിരുന്നു ഇത്തവണത്തെ പൊതുമാപ്പിന്റെ പ്രത്യേകത. മറ്റു ജോലികളിലേക്ക് മാറാനും സൗകര്യമൊരുക്കിയത് ആയിരങ്ങൾക്ക് തുണയായി. മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ഇന്ത്യക്കാരാണ് പൊതുമാപ്പ് ആനുകൂല്യം പ്രയോജനപ്പെടുത്തി നാട്ടിലേക്ക് മടങ്ങുകയോ താമസം നിയമവിധേയമാക്കുകയോ ചെയ്തത്. മീഡിയ 1 ദുബായ്. വീട്ടുജോലിക്കാരുടെ പരാതികൾ സംഭവം നടന്ന 21 ദിവസത്തിനകം രജിസ്റ്റർ ചെയ്യണമെന്ന സൗദി നീതിന്യായ മന്ത്രാലയം. ഇതിനുശേഷമുള്ള പരാതികൾക്ക് നിയമസാധുതയുണ്ടാകില്ല. പ്രശ്നം പരിഹരിക്കാനുള്ള ചർച്ചകൾ പരാജയപ്പെട്ടാൽ മാത്രമാകും കേസ് ഇനി മുതൽ തുടരുക. കേസുകൾ പരമാവധി കോടതിക്ക് പുറത്ത് പരിഹരിക്കാനുള്ള മാർഗനിർദ്ദേശവുമായാണ് നീതിന്യായ മന്ത്രാലയത്തിന്റെ അറിയിപ്പ്. ഇനി മുതൽ വീട്ടുജോലിക്കാരുടെ പരാതികളും പ്രശ്നങ്ങളും സംഭവം നടന്ന് 21 ദിവസത്തിനകം രജിസ്റ്റർ ചെയ്യണം. തൊഴിൽ മന്ത്രാലയത്തിലാണ് പരാതി നൽകേണ്ടത്. പ്രശ്നം കോടതിക്ക് പുറത്ത് പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണിത്. തൊഴിൽ മന്ത്രാലയത്തിന്റെ സഹായത്തോടെ എതിർകക്ഷിയുമായി പരിഹാരം ഉണ്ടാകാത്ത പക്ഷം മാത്രം കേസ് കോടതിയിലേക്ക് മാറ്റും. ഇതിനുശേഷവും 5 ദിവസത്തെ ഇടവേള നൽകും. ഈ ഇടവേളയിലും കേസ് തീർപ്പാക്കാനുള്ള ശ്രമം നടത്തണം. പരാജയപ്പെട്ടാൽ മാത്രമാകും 10 ദിവസത്തിനു ശേഷം കേസിൽ അന്തിമ വിധിയുണ്ടാവുക. ഇൻഷുറൻസ് കമ്പനിയുമായുള്ള കേസുകൾക്കും ഇത് ബാധകമാണ്. തൊഴിൽ കേസുകൾക്ക് മാത്രമായി ഈയിടെ റിയാദ്, ജിദ്ദ, ദമാം, മക്ക, മദീന, ബുറൈദ, അബഹ എന്നിവിടങ്ങളിൽ പുതിയ കോടതികൾ തുടങ്ങിയിരുന്നു. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. ഭരണതലത്തിൽ അഴിമതി നിർമ്മാർജ്ജനം കാര്യക്ഷമമാക്കുന്നതിനായുള്ള പുതിയ കരട് നിയമത്തിന് ഖത്തറിൽ ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. അഴിമതി നിർമ്മാർജ്ജനത്തിനായി UN മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അടിസ്ഥാനമാക്കി ഭരണ നിയന്ത്രണ സുതാര്യത അതോറിറ്റിയാണ് പുതിയ കരട് നിയമം തയ്യാറാക്കിയത്. സർക്കാർ നടപടികളിൽ പരമാവധി സുതാര്യത ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. നിയന്ത്രണമുള്ള കാര്യങ്ങളിലൊഴികെ സർക്കാരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള വ്യവസ്ഥകളും കരട് നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സൗദിയിലെ 3 ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളുകൾക്ക് പുതിയ പ്രിൻസിപ്പൽമാരെ തെരഞ്ഞെടുത്തു. ദമാം, ജിദ്ദ, ജുബൈൽ ഇന്ത്യൻ സ്കൂളുകളിലാണ് ജനുവരി മുതൽ പുതിയ പ്രിൻസിപ്പൽമാർ ചുമതലയേൽക്കുക. റിയാദിൽ ചേർന്ന സ്കൂൾ ഹയർ ബോർഡ് യോഗമാണ് തീരുമാനം കൈക്കൊണ്ടത്. പുതുതായി നാട്ടിൽ നിന്നെത്തുന്ന 2 പേരും ഒരാൾ നിലവിൽ രാജ്യത്ത് ജോലി ചെയ്യുന്നവരുമാണ്. ഡൽഹി സ്വദേശി സുബൈർ അഹമ്മദ് ഖാനാണ് ദമാം ഇന്ത്യൻ സ്കൂളിലെ പുതിയ പ്രിൻസിപ്പലാവുക. ബീഹാർ സ്വദേശി ഡോക്ടർ മുസാഫർ ഹസൻ ജിദ്ദ സ്കൂളിലും ചുമതലയേൽക്കും. ജുബൈൽ ഇന്ത്യൻ സ്കൂളിലേക്ക് പ്രിൻസിപ്പലായി എത്തുന്നത് റിയാദ് ഇന്ത്യൻ സ്കൂളിൽ പ്രധാന അധ്യാപികയായ മീര റഹ്മാനാണ്. തുടക്കത്തിൽ ജിദ്ദ സ്കൂളിന് വേണ്ടി തെരഞ്ഞെടുത്ത ആളെ ജിദ്ദ സ്കൂൾ ഭരണസമിതിയുടെ കടുത്ത എതിർപ്പിനെ തുടർന്ന് ദമാമിലേക്ക് മാറ്റുകയായിരുന്നു. പ്രിൻസിപ്പൽ പദവിയിൽ മതിയായ പ്രവൃത്തി പരിചയമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇരു സ്കൂൾ ഭരണസമിതികളും എതിർപ്പുമായി രംഗത്ത് വന്നത്. 17,000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ദമാം സ്കൂളിലേക്ക് ജിദ്ദയിൽ നിന്ന് മാറ്റിയ ആളെ നിയോഗിച്ചതിനെതിരെ രക്ഷിതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. നൌഷാദ് റിക്കോർ, മീഡിയ 1, ദമാം. എഴുത്തുകാരനും കഥാകൃത്തുമായ PJJ ആന്റണി പ്രവാസത്തിന് വിട നൽകി നാട്ടിലേക്ക് തിരിച്ചു. 27 വർഷത്തെ സൗദിയിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചാണ് PJJ ആന്റണി നാട്ടിലേക്ക് മടങ്ങിയത്. 27 വർഷമായി ദമാമിലെ ജുബൈലിൽ ജോലി ചെയ്തു വരികയായിരുന്നു PJJ ആന്റണി. മലയാളത്തിലും ഇംഗ്ലീഷിലും നിരവധി കഥകളും ലേഖനങ്ങളും ഇദ്ദേഹത്തിൻ്റെതായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിരവധി സുഹൃത്തുക്കളെ ഇവിടെ കിട്ടാൻ കാരണമായി. ഒരുപാട് മാധ്യമങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ, പത്രപ്രവർത്തകരുമായിട്ട് ബന്ധപ്പെടാൻ ഇവരെല്ലാവരും എൻ്റെ ജീവിതത്തെ, ചിന്തയെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ സ്വാധീനിക്കുകയും ചിലരെങ്കിലും എന്നെ തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അത് കഥ എഴുതാൻ സാധിച്ചു. ഞാൻ എൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളും ലേഖനങ്ങളും ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാം എഴുതിയത് സൗദിയിൽ വെച്ച്. പ്രവാസത്തിലെത്തിയ ശേഷമാണ് PJJ ആന്റണി കഥ എഴുത്ത് ആരംഭിക്കുന്നത്. എഴുത്തിൽ തന്നെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ്. ഞാൻ ഒരിക്കലും ഒരു നോവൽ എഴുതിയിട്ടില്ല. നോവൽ എഴുതണം എന്നുള്ളതാണ് ഒരാഗ്രഹം. ഏറെക്കുറെ തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറയാം. 2.5 പതിറ്റാണ്ടിനിടയിൽ നിരവധി പുരസ്കാരങ്ങളും PJJ ആന്റണിയെ തേടിയെത്തി. എഴുത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് പ്രവാസത്തിന് വിരാമമിട്ടത്. ആലപ്പുഴ പുന്നപ്ര സ്വദേശിയാണ്. നൌഷാദ് റിക്കോർ, മീഡിയ 1, ദമാം.
UAE ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ദുബായ് കറാമ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പ്രത്യേക പ്രമോഷൻ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. വിവിധ ഉൽപ്പന്നങ്ങൾക്ക് 50% വിലക്കുറവാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് ലുലു അധികൃതർ അറിയിച്ചു. ദേശീയാഘോഷത്തിന് പുറമെ ക്രിസ്മസ് ഉൾപ്പെടെയുള്ളവ കൂടി മുൻനിർത്തിയാണ് പ്രമോഷൻ പദ്ധതി. ഭക്ഷ്യോൽപ്പന്നങ്ങൾ, വസ്ത്രങ്ങൾ, ഇലക്ട്രോണിക്സ്, പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ തുടങ്ങി എല്ലാവിധ ഉൽപ്പന്നങ്ങൾക്കും ഗണ്യമായ വിലക്കുറവുണ്ട്. എപ്പോഴും നല്ല ഓഫർ തന്നെയാണ് ഇവിടെ. ഇപ്പോൾ പ്രത്യേകിച്ച് നല്ല നാഷണൽ ഡേ ആയതുകൊണ്ട് നല്ല ഓഫറുണ്ട്. ഇപ്പോൾ 4 ദിവസം വന്നിട്ട് പർച്ചേസിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല സാധനങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു വിലക്കുറവ് മറ്റുള്ള അപേക്ഷിച്ച് ലുലുവിൽ നല്ലതാണ്. ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി പ്രത്യേക കേക്കുകളും ഒരുക്കിയിട്ടുണ്ട്. ഡിസംബർ 3 വരെയാണ് ഇളവുകൾ ലഭ്യമാവുകയെന്ന് അധികൃതർ വ്യക്തമാക്കി. മീഡിയ 1 ദുബായ്. ഖത്തറിൽ കരിമരുന്ന് പ്രയോഗങ്ങൾക്കും പടക്കങ്ങൾ ഉപയോഗിക്കുന്നതിനും പുതിയ നിബന്ധനകൾ വരുന്നു. കരിമരുന്ന് പ്രയോഗത്തിനിടെയുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാനായി പുതിയ കരട് നിയമത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകി. പടക്കങ്ങളുടെ നിർമ്മാണം, കയറ്റുമതി, ഇറക്കുമതി, വ്യാപാരം, സംഭരണം, കൈമാറ്റം, കൈവശം വയ്ക്കൽ, സൂക്ഷിക്കൽ തുടങ്ങിയവയ്ക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പ്രതിപാദിക്കുന്നതാണ് പുതിയ കരട് നിയമം. ആഘോഷങ്ങൾക്കിടെ കരിമരുന്ന് പ്രയോഗങ്ങളും പുതിയ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നടത്താവൂ. പടക്കങ്ങളെ അവയുടെ സ്ഫോടക ശേഷിയുടെ അടിസ്ഥാനത്തിൽ പല പട്ടികകളാക്കി തരംതിരിച്ചിട്ടുണ്ട്. ഇതിൽ 1ഉം 2ഉം പട്ടികയിൽപ്പെടുന്ന പടക്കങ്ങൾ ലൈസൻസ് ഇല്ലാത്തവർ കൈകാര്യം ചെയ്യുന്നതിന് കരട് നിയമത്തിൽ നിരോധനമുണ്ട്. നിയമവിധേയമല്ലാതെ പൊതുജനങ്ങൾ പടക്കങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മൂലമുള്ള അപകടങ്ങളും സുരക്ഷാ പ്രശ്നങ്ങളും ഒഴിവാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ കരട് നിയമത്തിന് രൂപം നൽകിയത്. ശൂറ കൗൺസിലിന്റെ പരിഗണനയ്ക്കായി കൈമാറിയ നിയമം അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് പ്രാബല്യത്തിൽ വരും. മീഡിയ 1 ദോഹ. കരിപ്പൂരിൽ പുതിയ ടെർമിനൽ തുറക്കുന്നതോടെ കാർ പാർക്കിങ്ങിനായി സ്ഥലം ഏറ്റെടുക്കൽ വേഗത്തിലാക്കാൻ ഉപദേശക സമിതി യോഗം തീരുമാനിച്ചു. കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ വിമാനത്താവളത്തിലേക്ക് മാറ്റാൻ 20 സെന്റ് അധികമായി ഏറ്റെടുക്കാനും തീരുമാനമായി. സൗദിയ ഉൾപ്പെടെ ഇടത്തരം വലിയ വിമാനങ്ങൾ തിരിച്ചെത്തുകയും പുതിയ രാജ്യാന്തര ടെർമിനൽ തുറക്കുകയും ചെയ്യുന്നതോടെ ഉണ്ടാകുന്ന തിരക്ക് കുറയ്ക്കുന്നതിന് 15.25 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ ഉപദേശക സമിതി യോഗം തീരുമാനിച്ചു. സമിതി ചെയർമാൻ PK കുഞ്ഞാലിക്കുട്ടി MP അധ്യക്ഷതയിലായിരുന്നു യോഗം. വിമാനത്താവളത്തിന്റെ മുൻവശത്ത് കൊണ്ടോട്ടി നഗരസഭയിൽ ഉൾപ്പെട്ട പ്രദേശത്ത് നിന്നാണ് ഭൂമി ഏറ്റെടുക്കുക. ഇതോടൊപ്പം കുമ്മണിപ്പറമ്പിലുള്ള കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ വിമാനത്താവളത്തിലേക്ക് മാറ്റുന്നതിനായി 20 സെന്റ് സ്ഥലം അധികമായി ഏറ്റെടുക്കാനും യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. One thing is we have some congestion in the arrival area because since the building comes up, new building comes up, this congestion will be cleared without any problem. And a lot of discussion happened with respect to facilities in the airport. All members have advised me, directed me to improve the facilities, okay, for the benefit of passengers. യോഗത്തിലെ മറ്റു പ്രധാന തീരുമാനങ്ങൾ ഇവയാണ്. ഹജ്ജ് സർവീസുകൾ നടക്കുന്ന സമയത്ത് പ്രത്യേകമായി കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ നിയമിക്കും. എയർപോർട്ട് ജംഗ്ഷൻ മുതൽ വിമാനത്താവള കവാടം വരെ CFL ലൈറ്റുകൾ സ്ഥാപിക്കും. വിമാനത്താവളത്തിനുള്ളിലെ ടോയ്ലറ്റുകൾ ശുചിയാക്കും. വിമാനത്താവളത്തിലേക്കുള്ള റോഡുകളിലെ പാർക്കിംഗ് നിയന്ത്രിക്കും. ഇതിനായി കൊണ്ടോട്ടി നഗരസഭയെ ചുമതലപ്പെടുത്തി. ഫീസ് ഈടാക്കിയായിരിക്കും പാർക്കിംഗ്. വിമാനത്താവളത്തിന്റെ സൗന്ദര്യവൽക്കരണ നടപടികൾ വേഗത്തിലാക്കും. ചീക്കോട് പദ്ധതിയും വേഗത്തിൽ പൂർത്തിയാക്കും. സൗദിയെ സർവീസ് ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട് വിമാനത്താവളത്തിലെ റെസ്ക്യൂ ഫയർ ആൻഡ് ഫൈറ്റിംഗ് കാറ്റഗറി 8 നിന്നും 9 ഉയർത്തുമെന്ന് വിമാനത്താവള ഡയറക്ടർ K. ശ്രീനിവാസ റാവു പറഞ്ഞു. മീഡിയ 1 മലപ്പുറം. കരിപ്പൂരിന്റെ ശനിദശ മാറുന്നു. സൗദി എയർലൈൻസിന് പിന്നാലെ എയർ ഇന്ത്യയും സൗദിയിലേക്കുള്ള സർവീസ് പുനരാരംഭിക്കുന്നു. ഫ്ലൈ ദുബായും കരിപ്പൂരിൽ നിന്നുള്ള സർവീസിന് ശ്രമം തുടങ്ങി. വൈകാതെ എമിറേറ്റ്സ് ഉൾപ്പെടെയുള്ള വിമാന കമ്പനികളും കരിപ്പൂരിൽ തിരിച്ചെത്തുമെന്ന് വിമാനത്താവള ഉപദേശക സമിതി ചെയർമാൻ PK കുഞ്ഞാലിക്കുട്ടി MP അറിയിച്ചു. സൗദി എയർലൈൻസ് ഡിസംബർ 5 കരിപ്പൂരിൽ തിരിച്ചെത്താനിരിക്കെയാണ് വിമാനത്താവള ഉപദേശക സമിതി യോഗം നടന്നത്. സൗദി എയറുടെ സർവീസ് പുനരാരംഭിക്കുന്നതിന് പിന്നാലെ എയർ ഇന്ത്യയും കരിപ്പൂരിൽ നിന്നുള്ള സർവീസിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായി വിമാനത്താവള ഉപദേശക സമിതി ചെയർമാൻ കൂടിയായ PK കുഞ്ഞാലിക്കുട്ടി MP അറിയിച്ചു. ഫ്ലൈ ദുബായും കരിപ്പൂരിൽ നിന്നുള്ള സർവീസിനുള്ള തയ്യാറെടുപ്പിലാണ്. ഏറെ വൈകാതെ എമിറേറ്റ്സ് ഉൾപ്പെടെയുള്ള വലിയ വിമാനങ്ങൾ കരിപ്പൂരിൽ ലാൻഡ് ചെയ്യുമെന്നും കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു. ദിവസങ്ങളുടെ പ്രശ്നമേ ഉള്ളൂ. എയർ ഇന്ത്യയും വരും. ഹജ്ജ് എംബാർക്കേഷൻ പോയിൻ്റ് ആവും. ഒന്നിലും യാതൊരു സംശയവുമില്ല. അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ റൺവേ ഒക്കെ ഉണ്ട്. ബാക്കി സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരുങ്ങുന്ന പുതിയ ടെർമിനൽ പ്രവർത്തന സജ്ജമായെങ്കിലും ജനുവരി മാസത്തോടെ മാത്രമേ ഉദ്ഘാടനം ചെയ്യപ്പെടൂ എന്ന് എയർപോർട്ട് ഡയറക്ടർ K. ശ്രീനിവാസ റാവു പറഞ്ഞു. New terminal will be ready by 15th of December and we are planning to put into operation in the month of January. Okay, we already started testing with X-ray machines placed on conveyor belts and we already sent a request to immigration to ship their servers. സൗദി എയർലൈൻസ് സർവീസ് ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട് വിമാനത്താവളത്തിലെ റെസ്ക്യൂ ഫയർ ആൻഡ് ഫൈറ്റിംഗ് കാറ്റഗറി 8 നിന്നും 9 ഉയർത്തുമെന്നും വിമാനത്താവള ഡയറക്ടർ പറഞ്ഞു. സൗദിയക്ക് പിന്നാലെ എയർ ഇന്ത്യ കൂടി
കോഴിക്കോട് സൗദി സർവീസ് പുനരാരംഭിക്കുമ്പോൾ കരിപ്പൂർ അതിൻ്റെ പഴയ പ്രതാപത്തിലേക്കാണ് നടന്നെടുക്കുന്നത്. കരിപ്പൂരിലെ പുതിയ അന്താരാഷ്ട്ര ടെർമിനലിൽ നിന്നും ബിബി തടത്തിലിനൊപ്പം മുജീബ് റഹ്മാൻ, മീഡിയ 1. ഖത്തറിൽ റോഡ് സുരക്ഷാ രംഗത്ത് കൂടുതൽ പരിഷ്കരണ നടപടികളുമായി ഗതാഗത വകുപ്പ്. റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ പ്രത്യേക ദൗത്യ സംഘത്തിന് രൂപം നൽകി. മുഴുവൻ സ്കൂളുകൾക്ക് ചുറ്റുമുള്ള റോഡുകൾ നവീകരിക്കാനും തീരുമാനമായി. രണ്ടാം ദേശീയ പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഗതാഗത വകുപ്പ് പുതിയ പരിഷ്കരണ പദ്ധതികൾ കൊണ്ടുവരുന്നത്. 25ഓളം പുതിയ പദ്ധതികളാണ് റോഡ് സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി നടപ്പാക്കുക. തൊഴിൽ മേഖലകളിലെയും സ്കൂൾ പരിസരങ്ങളിലെയും സുരക്ഷ മുതൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കൽ, റോഡുകളുടെ പരിപാലനം, യാത്ര എളുപ്പമാക്കാനുള്ള പുതിയ സംവിധാനങ്ങൾ, കാൽനടക്കാരുടെ സുരക്ഷ, ലോകകപ്പ് സമയത്ത് ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനുള്ള പദ്ധതികൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ദോഹയിൽ ഇന്നലെ സമാപിച്ച രാജ്യാന്തര ഗതാഗത സുരക്ഷാ കോൺഫറൻസിൽ അഷ്ഗാൽ ഹൈവേ പ്രോജക്ട്സ് വിഭാഗ മാനേജർ യൂസഫ് അലി മാദിയാണ് ഇക്കാര്യം അറിയിച്ചത്. കൂടാതെ റോഡുകളുടെ അറ്റകുറ്റപ്പണി അടിയന്തരമായി പൂർത്തിയാക്കാൻ പ്രത്യേക ദൗത്യ സംഘത്തിനും രൂപം നൽകി. രാജ്യത്തെ 475 സ്കൂളുകളും പദ്ധതിയുടെ ഭാഗമാണ്. 149 സ്കൂളുകൾക്ക് ചുറ്റുമുള്ള റോഡുകൾ നവീകരിക്കും. ഇതിനായി രാജ്യാന്തര കമ്പനികളുടെ സഹായവും തേടുന്നുണ്ട്. രാജ്യത്തെ റോഡുകൾ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് ലക്ഷ്യമെന്നും അലി മാദി പറഞ്ഞു. മീഡിയ 1 ദോഹ. ഖത്തറിലെ ശാന്തിനികേതൻ ഇന്ത്യൻ സ്കൂളിന്റെ 19ാം വാർഷികാഘോഷം സമാപിച്ചു. നൃത്തം, സംഗീതം, നാടകം തുടങ്ങി ഇനങ്ങളിലായി വ്യത്യസ്തമായ പരിപാടികളാണ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചത്. ഖത്തർ ഇന്ത്യൻ അംബാസിഡർ പി കുമരൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി. വിവിധ പരീക്ഷകൾക്ക് ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകൾ അംബാസിഡർ കൈമാറി. ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി ഹേമന്ത് കുമാർ ദ്വിവേദി, സ്കൂൾ മാനേജ്മെന്റ് പ്രസിഡന്റ് KC അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു. മുന്നൊരുക്കമില്ലാതെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിലെ അപാകതയാണ് പദ്ധതികൾ തുടർച്ചയായി പിൻവലിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനെ നിർബന്ധിതമാക്കുന്നത്. ഈ മൈഗ്രേറ്റ് രജിസ്ട്രേഷൻ പദ്ധതി മരവിപ്പിച്ചതോടെ ആശ്വാസത്തിലാണ് പ്രവാസികൾ. വിദേശത്തുള്ളവരുടെ സേവനത്തിന് മതിയായ ബോധവൽക്കരണം നടത്താത്തതും പലപ്പോഴും തിരിച്ചടിയാകുന്നുണ്ട്. പ്രവാസികൾക്കുള്ള പദ്ധതികളിൽ വേണ്ടത്ര ആലോചനയില്ലാതെ നടപ്പാക്കുന്നതിന് കേന്ദ്ര സർക്കാരിന് പഴികേൽക്കുന്നത് ഇതാദ്യമല്ല. ഓറഞ്ച് പാസ്പോർട്ട് വിഷയത്തിലെടുത്ത നിലപാടിന് സമാനമായിരുന്നു ഈ മൈഗ്രേറ്റ് സംബന്ധിച്ച നടപടിയും. 1 മാസം സാവകാശം നൽകിയെങ്കിലും വെബ്സൈറ്റ് പലപ്പോഴും ഹാങ്ങായി. 18 രാജ്യങ്ങളിലേക്ക് മാത്രം എന്തുകൊണ്ട് എന്നതിനും ഉത്തരമുണ്ടായില്ല. ഗവൺമെൻറ് ഇത്തരം നടപടികൾ എടുക്കുമ്പോൾ ഒരു മുന്നൊരുക്കത്തോടു കൂടി ചെയ്യണം, അല്ലെങ്കിൽ ഇതിനൊരു സമയം കൊടുക്കണം. എംബസി മുഖാന്തരം സമയം എടുത്തുകൊണ്ട് തന്നെ ചെയ്തു തീർക്കേണ്ടതായിരുന്നു. എടുത്തു ചാടി ഉള്ളൊരു തീരുമാനം കൊണ്ട് മാത്രമാണ് ഈ നടപടി ഇപ്പം പിൻവലിക്കേണ്ടി വന്നത്. എംബസികൾക്കടക്കം വേണ്ടത്ര മാർഗനിർദ്ദേശം നൽകാതെയാണ് പദ്ധതികൾ നടപ്പിലാക്കാനുള്ള നീക്കങ്ങൾ. ഇതോടെ ബോധവൽക്കരണം നടത്താൻ എംബസികളും പരാജയപ്പെടുന്നു. ഇതാണ് പദ്ധതികൾ തുടർച്ചയായി പിൻവലിക്കാനും കാരണം. സാധാരണക്കാരന പ്രവാസികൾക്ക് മുമ്പിൽ ഇത് കേന്ദ്ര സർക്കാർ വ്യക്തമായൊരു ഉത്തരം പറയണം. മാത്രമല്ല, അടുത്ത ഒരു പ്രവാസികൾ മേൽ ചുമത്തുന്ന എന്തെങ്കിലും ഇതുമോ പാസ്പോർട്ടിന് ബന്ധപ്പെട്ട കാര്യങ്ങളാവട്ടെ വളരെ വ്യക്തമായ പഠനങ്ങൾ നടത്തിയതിനു ശേഷം മാത്രം കേന്ദ്ര സർക്കാർ ചെയ്യണമെന്നാണ് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരനായ പ്രവാസികൾക്ക് ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. വിഷയത്തിൽ ചില സംഘടനകൾ കോടതിയിലേക്ക് നീങ്ങാനിരിക്കെയാണ് തീരുമാനം കേന്ദ്ര സർക്കാർ പിൻവലിക്കുന്നത്. നൌഷാദ് രിക്കൂർ, മീഡിയ 1 ദമാം.